എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ കളക്ഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ ശേഖരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു, ഇൻട്രൊഡക്ഷൻ പഠിച്ചു, അതെ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പഠിച്ചു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഡെഫിനിഷൻ പഠിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സിനെ, എക്കണോമിക്സിലുള്ള ഇമ്പോർട്ടൻസിനെ പറ്റി പഠിച്ചു. എന്നാൽ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എത്തുമ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റസിനെ കളക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് സാംഖിക ദത്തങ്ങളുടെ ശേഖരണത്തെ പറ്റിയാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പം ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ദത്തങ്ങളുടെ ഉറവിടങ്ങൾ, അതായത് സോഴ്സസ് ഓഫ് ഡാറ്റ. പിന്നെയോ ദത്തശേഖരണ രീതികൾ, അല്ലേ, ഇതെങ്ങനെയാണ് ഡാറ്റ കളക്റ്റിംഗ് മെത്തേഡ്സ്, അതൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം വിവരശേഖരണത്തിനായിട്ട് നമുക്ക് എപ്പോഴും എന്ത് വേണം? ഡാറ്റാസ് വേണം, ദത്തങ്ങൾ വേണം, അല്ലേ. അപ്പം ദത്തങ്ങൾക്ക് അല്ലെങ്കിൽ ഡാറ്റകൾക്ക് പ്രധാനമായിട്ടും രണ്ട് ഉറവിടങ്ങൾ അല്ലെങ്കിൽ രണ്ട് സോഴ്സസ് ആണ് ഉള്ളത്, അല്ലേ. ഏതൊക്കെയാണവ? സാംഖിക ദത്തങ്ങൾക്ക് പ്രധാനമായും രണ്ട് ഉറവിടങ്ങളുണ്ട്. ആദ്യത്തേത് പ്രാഥമിക ദത്തങ്ങൾ, രണ്ടാമത്തേത് ദ്വിതീയ ദത്തങ്ങൾ. അതായത് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഡാറ്റ? Statistical data can be obtained from two sources. They are primary data and secondary data. അതായത് ദത്തങ്ങൾക്ക് പ്രധാനമായിട്ടും ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ദത്തങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്. ആദ്യത്തേതാണ് പ്രാഥമിക ദത്തം, രണ്ടാമത്തേതാണ് ദ്വിതീയ ദത്തം, അതായത് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് വെച്ചാൽ എന്താണ് എഴുതേണ്ടത്? പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. അതായത് സാംഖിക ദത്തങ്ങളുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? പ്രാഥമിക ദത്തങ്ങളും ദ്വിതീയ ദത്തങ്ങളും. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ദത്തങ്ങളുടെ ഉറവിടങ്ങൾ. അപ്പം നമ്മൾ പറഞ്ഞു പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രാഥമിക ദത്തവും ദ്വിതീയ ദത്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം പ്രാഥമിക ദത്തം എന്ന് വെച്ചാൽ ഒരു അന്വേഷകനോ ഏജൻസിയോ നേരിട്ട് ശേഖരിക്കുന്ന ദത്തങ്ങളെയാണ് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നേരിട്ട് ശേഖരിക്കുന്ന, അതായത് അന്വേഷകൻ നേരിട്ട് ശേഖരിക്കുന്ന ദത്തങ്ങളെയാണ് പ്രാഥമിക ദത്തങ്ങൾ എന്ന് വിളിക്കുന്നത്, അല്ലേ, പ്രൈമറി ഡാറ്റ. അപ്പോൾ സെക്കൻഡറി ഡാറ്റയോ, ദ്വിതീയ ദത്തങ്ങളോ? മറ്റ് ഏജൻസികളോ വ്യക്തികളോ ശേഖരിച്ചതും സംസ്കരിച്ചതുമായ ദത്തങ്ങൾ നാം ഉപയോഗിക്കുകയാണെങ്കിൽ അവയെ ദ്വിതീയ ദത്തങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് മറ്റൊരു വ്യക്തി നേരത്തെ ശേഖരിച്ചു വെച്ച ഒരു ഡാറ്റയെ നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് അത് എന്താകുന്നത്? ദ്വിതീയ ദത്തമാകുന്നത്. അതായത് നേരത്തെ ഒരു കമ്പനി ശേഖരിച്ച് തയ്യാറാക്കി വെച്ച ഡാറ്റയെ നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതെന്താകുന്നു? ദ്വിതീയ ദത്തമാകുന്നു, സെക്കൻഡറി ഡാറ്റ ആകുന്നു. അപ്പം അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പം അന്വേഷകൻ നേരിട്ട് എന്ന് ശേഖരിക്കുന്ന ദത്തങ്ങളെയാണ് പ്രാഥമിക ദത്തങ്ങൾ എന്ന് വിളിക്കുന്നത്. മറ്റാവശ്യങ്ങൾക്കായിട്ട് മറ്റേതെങ്കിലും അന്വേഷകർ നേരത്തെ ശേഖരിച്ചിട്ടുള്ള ദത്തങ്ങൾ അല്ലെങ്കിൽ ഡാറ്റയാണ് ദ്വിതീയ ദത്തങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പം പ്രൈമറി ഡാറ്റ കളക്റ്റഡ് ഡയറക്റ്റ്ലി ബൈ ദ എന്യൂമറേറ്റർ ആർ പ്രൈമറി ഡാറ്റ. അതായത് അന്വേഷകൻ നേരിട്ട് ചെന്ന് ശേഖരിക്കുന്ന ദത്തങ്ങളെയാണ് പ്രൈമറി ഡാറ്റ അഥവാ പ്രാഥമിക ദത്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ വി യൂസ് ഡാറ്റ കളക്റ്റഡ് ആൻഡ് പ്രോസസ്ഡ് ബൈ സം അതർ ഏജൻസി ദേ ആർ കോൾഡ് സെക്കൻഡറി ഡാറ്റ. അതായത് നേരത്തെ ഏതെങ്കിലും ഏജൻസികളോ വ്യക്തികളോ ശേഖരിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദത്തങ്ങളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതെന്താവുന്നു? സെക്കൻഡറി ദത്തം അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ ആവുന്നു. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ അപ്പം നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, അത്ര അപൂർവമായിട്ട് ഇത് ചോദിക്കാറുള്ളൂ. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഒരു 3 പോയിൻറ്റ്സ് മാക്സിമം നിങ്ങൾ പഠിച്ചാൽ മതി. മനസ്സിലാക്കി ഒരു 3 പോയിൻറ്റ്സ് മാക്സിമം പഠിച്ചാൽ മതി. അപ്പം എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ പ്രൈമറി ഡാറ്റയുടെ പോയിൻറ്റ്സ് പഠിക്കുക, അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റയുടെ പഠിക്കുക. അല്ലാതെ രണ്ടും പഠിച്ചാൽ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രൈമറി ഡാറ്റ എന്താണെന്ന് നോക്കാം. പ്രൈമറി ഡാറ്റ കളക്ട്സ് ഡാറ്റ ഡയറക്റ്റ്ലി. ഡാറ്റ കളക്ഷൻ ഈസ് എക്സ്പെൻസീവ് ആൻഡ് മോർ ടൈം കൺസ്യൂമിങ്. ഡാറ്റ കളക്ഷൻ റിക്വയർസ് എക്സ്പീരിയൻസ്ഡ് എന്യൂമറേറ്റേഴ്സ്. അതായത് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ട് ശേഖരിക്കുന്നു, അല്ലേ. ഡാറ്റ കളക്ഷൻ ഈസ് എക്സ്പെൻസീവ് ആൻഡ് മോർ ടൈം കൺസ്യൂമിങ്. എന്താണ്? ദത്തശേഖരണത്തിന് സമയം കൂടുതലാണ്, അതേപോലെ ചിലവ് ഏറിയതാണ്, അല്ലേ. ധാരാളം സമയവും പണവും നഷ്ടമാവുന്നു.
ഡാറ്റ കളക്ഷൻ റിക്വയർസ് എക്സ്പീരിയൻസ്ഡ് എന്യൂമറേറ്റർ. അതായത് ദത്തശേഖരണത്തിന് എന്താണ് നല്ല എക്സ്പീരിയൻസ്ഡ് അനുഭവമുള്ള അന്വേഷകരെ തന്നെ ആവശ്യമാണ്. ദത്തം ശേഖരിക്കുന്നതിന് നല്ല മികവുള്ള അന്വേഷകരെ ആവശ്യമാണ്. ഇൻ സെക്കൻഡറി ഡാറ്റ യൂസസ് ദ ഡാറ്റ ഓൾറെഡി കളക്റ്റഡ് ബൈ ആൻ ഏജൻസി. അതായത് മറ്റേതെങ്കിലും ഏജൻസി ഉപയോഗിച്ച ദത്തത്തെ ഉപയോഗിക്കുന്നു. യൂസ് ഓഫ് സെക്കൻഡറി ഡാറ്റ സേവ്സ് ടൈം ആൻഡ് കോസ്റ്റ്. സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്നത് സമയവും ചിലവും ലഘൂകരിക്കുന്നു. നോ സച്ച് എന്യൂമറേറ്റർ റിക്വയർഡ്. അതായത് എന്താണ് അന്വേഷകരെ ആവശ്യം ഉള്ളതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എന്താണ് താരതമ്യേന കുറഞ്ഞ സമയവും ചിലവും മതി. ഓക്കെ, ഒരു 3 പോയിൻറ്റ്സ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക. നമുക്ക് മലയാളത്തിൽ നോക്കാം. പ്രാഥമിക തത്വവും ദ്വിതീയ തത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പ്രാഥമിക തത്വം നേരിട്ട് ശേഖരിക്കുന്നു. അസംസ്കൃതമായ ഡാറ്റയാണത്. ഉപയോഗശേഷം എന്തായി മാറുന്നു? ദ്വിതീയ ഡാറ്റയായി മാറുന്നു. ഇനി ദ്വിതീയ തത്വത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. മുമ്പേ ശേഖരിച്ച ഡാറ്റ ഉപയോഗിക്കുന്നു. സംസ്കൃത ഡാറ്റയാണ്. ഉപയോഗശേഷം ദ്വിതീയ ഡാറ്റയിൽ തന്നെ തുടരുന്നു. അപ്പോൾ ഇതാണ് പ്രാഥമിക തത്വവും ദ്വിതീയ തത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒരു 3 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളതാണ് ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ. അപ്പം നമുക്കത് നോക്കാം. എന്തൊക്കെയാണ് ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ. എക്സാമിന് എപ്പോഴും ഈ ചോദ്യം 4 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുന്നതാണ്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ എന്ന ചോദ്യം 4 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുന്നതാണ്. ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ള ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം. അപ്പോൾ ചോദ്യാവലി ഉപയോഗിച്ച് കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതായത് വിവരശേഖരണം നടത്താൻ പറ്റുള്ളൂ. ഒരു നല്ല ചോദ്യാവലി കൊണ്ട് നല്ല വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. അപ്പം നല്ല ചോദ്യാവലിക്ക് ഈ പറയുന്ന ഗുണങ്ങൾ ഉണ്ടാവണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ചോദ്യാവലി വലിയ ദൈർഘ്യമുള്ളതായിരിക്കരുത്, അല്ലേ? അതായത് ചോദ്യാവലി വളരെ വലുത് ആവരുത്. ചോദ്യാവലി വലിയ ദൈർഘ്യമുള്ളതായിരിക്കരുത്. ചോദ്യങ്ങൾ ഒരു ക്രമത്തിൽ ക്രമീകരിക്കണം. അതായത് എന്താണ്? ചോദ്യങ്ങൾ ക്രമത്തിൽ ക്രമീകരിക്കണം. നമ്പറിട്ട് ക്രമത്തിൽ ക്രമീകരിക്കണം. അടുത്തത്, ചോദ്യങ്ങൾ ലളിതവും കൃത്യവും വ്യക്തമായിരിക്കണം. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഉള്ളതായിരിക്കണം ചോദ്യങ്ങൾ. പൊതുവായ ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങി സവിശേഷ ചോദ്യങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ ചോദ്യങ്ങൾ തയ്യാറാക്കണം. അതായത് ഫസ്റ്റ് തന്നെ പോയി വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കാതെ ഫസ്റ്റ് ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ തുടങ്ങി വലിയ വലിയ ചോദ്യങ്ങളിലേക്ക് എത്തുക. ചോദ്യങ്ങളിൽ നെഗറ്റീവ് അർത്ഥങ്ങൾ വരരുത്. അതായത് 2 നെഗറ്റീവ് പദങ്ങൾ വരരുത്. അപ്പം ഇങ്ങനെ ഒരു 5 പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കുക ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ. ക്വസ്റ്റിനെയർ ഷുഡ് നോട്ട് ബി ടു ലോങ്. അതായത് ചോദ്യാവലി വളരെ വലുതാവരുത്. ക്വസ്റ്റ്യൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതായത് പൊതുവായ ചോദ്യങ്ങളിൽ നിന്നും സവിശേഷ ചോദ്യങ്ങളിലേക്ക് ആവണം. ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. അതായത് ലളിതവും വ്യക്തവുമായിരിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ആംബിഗസ്. ഓക്കെ, അങ്ങനെ ഒരു 4 പോയിൻറ്റ്സ് പഠിക്കണം. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ടോപ്പിക്ക്, ഈ പാഠത്തിൽ നിന്നും വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അതായത് പ്രാഥമിക ദത്തശേഖരണത്തിൻ്റെ രീതികൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ദത്തങ്ങളുടെ ഉറവിടങ്ങൾ 2 എണ്ണമുണ്ട്. ആദ്യത്തേത് പ്രാഥമിക ദത്തം, രണ്ടാമത്തേത് ദ്വിതീയ ദത്തം. അപ്പം അതിൽ പ്രാഥമിക ദത്തം എങ്ങനെയാണ് ശേഖരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം പ്രാഥമിക ദത്തം ശേഖരിക്കുന്നതിന് പ്രധാനമായിട്ടും 3 രീതികളാണുള്ളത് അടിസ്ഥാനപരമായി. ബേസിക്കലി എന്താണ്? There are 3 basic ways of collecting primary data. They are personal interviews, mailing questionnaire and telephone interviews. അതായത് ഈ പറയുന്ന 3 രീതികളിലൂടെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇത് 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. പ്രാഥമിക ദത്തശേഖരണത്തിനുള്ള രീതികൾ വിശദമാക്കാവുന്ന ഒരു 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഏതൊക്കെ രീതികളിലൂടെ ശേഖരിക്കാം? പ്രധാനമായും 3 രീതികളിലൂടെ ശേഖരിക്കാം. There are 3 basic ways of collecting primary data. They are personal interviews, അതായത് വ്യക്തികളുമായി നേരിട്ടുള്ള അഭിമുഖം, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ തപാൽ മുഖേനയുള്ള ചോദ്യാവലി, ടെലിഫോൺ ഇൻ്റർവ്യൂ ടെലിഫോൺ അഭിമുഖം. അപ്പം അതിൽ ഓരോന്നും നമുക്ക് പ്രത്യേകം എടുത്ത് നോക്കാം. ഫസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂസ്. ഓക്കെ, പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം എന്താണ്? ഒരു വ്യക്തിയെ
നേരിട്ട് ചെന്ന് മുഖാമുഖമായി വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിയെ നേരിട്ട് ചെന്ന് കണ്ട് വിവരം ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഇൻ്റർവ്യൂ, പേഴ്സണൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസും നോക്കണം പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ. അതാണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത്. ഇതെന്താണെന്ന് എഴുതിയില്ലെങ്കിലും നിങ്ങൾ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് എഴുതുക. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. ശേഷം ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും, അതായത് എന്താണ്, വ്യക്തികളുമായി നേരിട്ടുള്ള അഭിമുഖം എന്ന് എഴുതുക, അടിയിൽ വരയിടുക, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് 5 മാർക്കിന് ആ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പറ്റും. അപ്പം പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം എന്താണ്? ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ്. ഓക്കെ, അതായത് ഉയർന്ന പ്രതികരണവും സഹകരണവും ലഭിക്കുന്നു. ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ്. ഓഫർ ദ ഫെസിലിറ്റി ഓഫ് ആസ്കിങ് ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് എല്ലാവിധ ചോദ്യങ്ങളും ചോദിക്കാൻ സാധിക്കുന്നു പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ. പിന്നെ എന്താ വെച്ചു? ബെറ്റർ മെത്തേഡ് ഫോർ ഫ്രെയിമിംഗ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, അതായത് എന്താണ്? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, അറ്റമടഞ്ഞ ചോദ്യങ്ങൾ, അതാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. ക്ലാരിഫിക്കേഷൻ ഓഫ് ആംബിഗസ് ക്വസ്റ്റ്യൻസ് പോസിബിൾ. ഓക്കെ, അങ്ങനെ നിങ്ങളൊരു 4 പോയിൻറ്റ്സ് പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ അഡ്വാൻറ്റേജ് പഠിക്കുക. പിന്നെ ഡിസഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, മോർ ചാൻസ് ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ്, ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ വെയർ ദ ഏരിയ ഈസ് ലാർജ്. അതായത് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം ചിലവേറിയതാണ്. ടൈം കൺസ്യൂമിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം കുറേ വേണ്ടി വരും. പിന്നെന്താണ്? ഇത് വലിയ പ്രദേശങ്ങളിൽ മാത്രമേ അനുയോജ്യമാകാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, അതായത് തപാൽ വഴിയുള്ള ചോദ്യാവലി. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മെയിലിംഗ് ക്വസ്റ്റ്യനെയറിൽ നമ്മൾ തപാൽ വഴി, പോസ്റ്റ് ഓഫീസ് വഴി ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി പോസ്റ്റ് ഓഫീസിലൂടെ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ വിവരം ശേഖരിക്കുന്നു. അപ്പം മെയിലിംഗ് ക്വസ്റ്റ്യനെയറിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ലെസ് എക്സ്പെൻസീവ്, ഓൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്, ഡസ് നോട്ട് അലോ ഇൻഫ്ലുവൻസിങ് ഓഫ് റെസ്പോണ്ടൻസ്, മെയിൻറ്റെയിൻസ് അനോണിമിറ്റി ഓഫ് റെസ്പോണ്ടൻസ്. അങ്ങനെ നിങ്ങളൊരു 4 പോയിൻറ്റ്സ് പഠിക്കുക. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോട്ട് സ്യൂട്ടബിൾ വെൻ റെസ്പോണ്ടൻസ് ആർ ഇല്ലിറ്ററേറ്റ്, മോർ ടൈം ടു റെസ്പോണ്ട്, നോ പ്രൊവിഷൻ ഫോർ ക്ലാരിഫയിങ് ഡൗട്ട്സ്, റിയാക്ഷൻസ് കാനോട്ട് ബി വാച്ച്ഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം തപാൽ വഴിയുള്ള ചോദ്യാവലിയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണ്. ടെലിഫോൺ സൗകര്യമില്ലാത്ത രീതിയിൽ വിവരം ശേഖരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ഈ തപാൽ വഴിയുള്ള ഇൻ്റർവ്യൂ തന്നെയാണ്. ഇനി ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? വിവരദായകൻ സാക്ഷരനാണെങ്കിൽ മാത്രം ബാധകം. അതായത് നമ്മളിത് ആർക്കാണ് അയച്ചു കൊടുക്കുന്നത് അയാൾക്ക് എഴുത്തും വായനയും അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് ഒരു റിപ്ലൈ കിട്ടുള്ളൂ. അടുത്ത പോയിന്റ്, സംശയങ്ങൾ വ്യക്തമാക്കാൻ അവസരം കുറവാണ്, അല്ലേ? അതാണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയറിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്. അടുത്ത ടെലിഫോൺ ഇൻ്റർവ്യൂ, മൂന്നാമത്തെ അഭിമുഖ രീതിയാണ്. മൂന്നാമത്തെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള രീതിയാണിത് ടെലിഫോൺ ഇൻ്റർവ്യൂ. അപ്പം അതിൻ്റെ ഗുണങ്ങൾ നോക്കാം നമുക്ക്. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, റിലേറ്റീവ്ലി ലെസ് ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടൻസ്, ഫെസിലിറ്റേറ്റ്സ് ക്ലാരിഫിക്കേഷൻ ഓഫ് ഡൗട്ട്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ദോഷങ്ങൾ നോക്കാം. ലിമിറ്റഡ് യൂസ്, റിയാക്ഷൻസ് കാനോട്ട് ബി വാച്ച്ഡ്, ചേഞ്ചസ് ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ്. അതായത് എന്തൊക്കെയാണ് ടെലിഫോൺ വഴിയുള്ള അഭിമുഖത്തിൻ്റെ ഗുണങ്ങൾ? വ്യക്തിഗത അഭിമുഖങ്ങളെക്കാൾ ചിലവ് കുറവാണ്. പിന്നെ എന്താണ്? ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? വിശാലമായ പഠന മേഖലയ്ക്ക് ഇത് അനുയോജ്യമല്ല. പിന്നെന്താണ്? ഈ വിവരങ്ങൾ പറയുന്നവരുടെ വാക്കുകൾ വിശ്വാസയോഗ്യമല്ല. അങ്ങനെ നിങ്ങൾ എന്ത് പഠിക്കുക? ഒരു 2 ഗുണങ്ങളും 2 ദോഷങ്ങളും ഈ 3 രീതികൾക്കും പഠിക്കുക. അപ്പോൾ പ്രൈമറി ഡാറ്റ അല്ലെങ്കിൽ പ്രാഥമിക തത്വം കളക്ട് ചെയ്യാനുള്ള 3 മാർഗ്ഗങ്ങളാണിത്: പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ടെലിഫോൺ ഇൻ്റർവ്യൂ. അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ടുള്ള അഭിമുഖം, ഒരു വ്യക്തി നേരിട്ട് കണ്ട് വിവരം ശേഖരിക്കുന്നു. പിന്നെ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ ചോദ്യാവലി തയ്യാറാക്കി തപാൽ മുഖേന അയച്ചു കൊടുത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നു. ടെലിഫോൺ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ വഴി വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു.
അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അധികം ഒന്നും പറഞ്ഞിട്ടില്ല, 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സോഴ്സസ് ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ ഉറവിടങ്ങൾ പറഞ്ഞു, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു. പിന്നെ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. പിന്നെ ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ പറഞ്ഞു, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ പറഞ്ഞു. പിന്നെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പം ഇനി ഈ പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വേറെ കുറേ കാര്യങ്ങൾ, അതായത് പൈലറ്റ് സർവേ, സെൻസസ് സർവേ, സാമ്പിൾ സർവേ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഈ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും കുറച്ച് തിയറി ഉള്ള ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞ് 5ാമത്തെ പാഠം തൊട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബ്ലംസ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.